നമസ്കാരം. ഒക്ടോബർ 10 ഈ വരുന്ന ഒക്ടോബർ 10 പൊതു തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നുണ്ട്. അതായത് പാലക്കാട്, ചേലക്കര തുടങ്ങിയ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ നിലമ്പൂരും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കാം. അത് ഈ വരുന്ന ഒക്ടോബർ 10 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. നാമിപ്പോൾ പറയുന്നത് പാലക്കാട് മണ്ഡലത്തിലെയും ചേലക്കര മണ്ഡലത്തിലെയും ഇരു മുന്നണികളിലെയും, അതായത് കോൺഗ്രസിലെയും CPM-ലെയും സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തർക്കങ്ങളെ കുറിച്ചാണ്. പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കാൻ പോയ നാൾ മുതൽ കേൾക്കുന്ന പേര് അദ്ദേഹത്തിൻ്റെ ഷാഫി പറമ്പിലിൻ്റെ ഏറ്റവും വിശ്വസ്തനായ രാഹുൽ മാങ്കൂട്ടം, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ്, സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരാണ് കേൾക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ അടുത്തുവരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരും VT ബൽറാമിൻ്റെ പേരും നാം ഇവിടെ കേട്ടിരുന്നതാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ജില്ല മാറി അവിടെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ട എന്നാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റി, കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതായത് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കുമ്പോൾ പാലക്കാട് ഇപ്പോൾ ഷാഫി ജയിച്ചത് തന്നെ CPM-ന്റെ വോട്ടുകൾ വരെ ഈ കഴിഞ്ഞ കാലയളവിൽ ഷാഫി ജയിച്ച ഘട്ടങ്ങളിലൊക്കെ തന്നെയും ഷാഫിക്ക് CPM-ന്റെ വോട്ടും കിട്ടിയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകുന്നതിനോട് കോൺഗ്രസുകാർക്ക് ഇഷ്ടമില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയനെ പോലെയുള്ള CPM-ലെ ഉയർന്ന നേതാക്കളോടൊക്കെ സംസാരിക്കുന്നത് മിസ്റ്റർ വിജയൻ നിങ്ങൾ പറയൂ എന്നിങ്ങനെയുള്ള ധാർഷ്ട്യം നിറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംസാരം CPM അനുകൂലികൾക്കോ പാർട്ടിയിൽ തന്നെ മാറി വോട്ട് ചെയ്യണമെന്ന് ചിന്തയുള്ളവർക്കോ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യാൻ ഒരു തോന്നൽ ഉണ്ടാക്കില്ല എന്നാണ് പാലക്കാട്ടത്തെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ഒരു തീരുമാനം. എന്നാൽ അവിടെ അപ്പോൾ ആര് മത്സരിക്കും എന്ന് ചോദിച്ചാൽ VT ബൽറാമിന്റെ പേരുമല്ല ഇപ്പോൾ കേൾക്കുന്നത്. തൃശൂർ ലോക്സഭാ ഇലക്ഷനിൽ പരാജയപ്പെട്ട ലീഡറുടെ കരുണാകരൻ ലീഡറുടെ മകൻ മുരളീധരൻ, മുൻ KPCC പ്രസിഡന്റ് മത്സരിക്കട്ടെ എന്നൊരു വർത്തമാനവും കേൾക്കുന്നുണ്ട്. എന്നാൽ മുരളീധരൻ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി വട്ടിയൂർക്കാവിൽ വന്നിരുന്ന് അദ്ദേഹത്തിൻ്റെതായ പ്രസ്താവന അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇനി വട്ടിയൂർക്കാവ് വിട്ട് വേറൊരിടത്തേക്കും പോകില്ല എന്നാണ്. എന്നാൽ കോൺഗ്രസിനകത്ത് ഇപ്പോൾ വരുന്ന ചർച്ചകളിൽ മുരളീധരൻ തൃശ്ശൂർ മത്സരിക്കണം എന്നൊരു വർത്തമാനവും കേൾക്കുന്നുണ്ട്. ബൽറാമിൻ്റെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു. പഴയ MLA M അച്യുതൻ്റെ മകൻ സുമേഷ് അച്യുതൻ എന്ന യുവനേതാവിൻ്റെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് പാലക്കാട്ടത്തെ കോൺഗ്രസിൻ്റെ ചിത്രം. പാലക്കാട് CPM-നെ സംബന്ധിച്ച് ഏതാണ്ട് ഷാഫി പറമ്പിൽ ജയിക്കുന്ന ആ സമയത്ത് തന്നെ അതിനു മുന്നേ KK ദിവാകരൻ എന്ന ട്രാൻസ്പോർട്ട് KSRTC-യിലെ CIT നേതാവായിരുന്ന KK ദിവാകരനാണ് അവസാനമായി പാലക്കാട് CPM-ന്റെ ചുവന്ന കോട്ടയായിരുന്ന പാലക്കാട് നിന്ന് ജയിച്ച അവസാനത്തെ ഒരു വ്യക്തി. CPM-ന്റെ MLA ആയിരുന്ന ഒരു വ്യക്തി KK ദിവാകരനാണ് പാലക്കാട് നിന്ന്. അതിനുശേഷമാണ് ഷാഫി 2 തവണ അവിടെ നിന്ന് ജയിച്ചു വന്നത്. കഴിഞ്ഞ തവണ ഷാഫിക്ക് വളരെ കുറച്ച് വോട്ടിൽ ഭൂരിപക്ഷത്തിനെ ജയിക്കാനായുള്ളൂ. അത് BJP അത്രയും വോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ്. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് പാലക്കാട് ഒരു സ്ഥാനാർത്ഥിയെ ഇന്ന് വരെ ഈ നിമിഷം വരെ നിശ്ചയിക്കാൻ CPM-ന് കഴിഞ്ഞിട്ടില്ല. അതായത് തൃശ്ശൂര് ഇപ്പോൾ ചേലക്കരയും പാലക്കാടും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ അതാത് ജില്ലാ കമ്മിറ്റികൾക്ക് സംസ്ഥാന ഘടകം CPM-ന്റെ സംസ്ഥാന ഘടകം നിർദ്ദേശം നൽകി കഴിഞ്ഞു. എന്നിരിക്കലും പാലക്കാട് DYFI നേതാവ് വസീഫിനെ മത്സരിപ്പിക്കണം എന്നൊരു വർത്തമാനം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും ഏറ്റവും അടുത്ത് തന്നെ പാലക്കാട് ശക്തനായ ഒരു യുവ നേതാവിനെ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ആര് മത്സരിച്ചിരുന്നാലും, രാഹുൽ മാങ്കൂട്ടം മത്സരിച്ചിരുന്നാലും, അല്ല ഇനി മുരളീധരൻ മത്സരിച്ചിരുന്നാലും, ബൽറാം മത്സരിച്ചിരുന്നാലും, സുമേഷ് അച്യുതൻ മത്സരിച്ചിരുന്നാലും CPM-നെ സംബന്ധിച്ച് പാലക്കാട് തിരിച്ചു പിടിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇവിടെ നാം ഇത് പറയുമ്പോൾ പാലക്കാട്
എന്നല്ല, ചേലക്കര എന്നല്ല, CPM എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ന് അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും അവരുടെ തിരഞ്ഞെടുപ്പിന്റെ വിജയത്തെ ബാധിക്കും. ഒന്ന്, മലപ്പുറത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഹിന്ദു പത്രത്തിൽ വന്ന അഭിമുഖത്തിന്റെ ആ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട്, മലപ്പുറം പ്രശ്നം നിൽക്കുന്നുണ്ട്. അൻവർ ഉയർത്തിവിട്ട ADGP വിവാദമുണ്ട്. അതുമാത്രമല്ല, ആകെ ഭരണതലത്തിന് എതിരെ ഉണ്ടായിരിക്കുന്ന, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ ഭരണകക്ഷി MLA മുകേഷ് ഉണ്ടായതുൾപ്പെടെ ഭരണത്തിനെതിരായ എല്ലാ വികാരവും ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും നിഴലിക്കും എന്നുള്ളത് വ്യക്തമാണ്. രണ്ടാമത് നമ്മൾ ചേലക്കരയെ കുറിച്ച് പറയുമ്പോൾ, ചേലക്കര MLA ആയിരുന്ന രാധാകൃഷ്ണനെ ഒരു കാരണവശാലും അവർക്കൊരു മന്ത്രി ഉണ്ടായിരുന്നതാണ്. രാധാകൃഷ്ണനെ ചേലക്കരയിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിനെ മത്സരിപ്പിച്ചതിനോട്, ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹത്തിനെ മത്സരിപ്പിച്ചതിനോട് ഒരു കാരണവശാലും അവിടുത്തെ ജില്ലാ കമ്മിറ്റിക്കോ ആർക്കും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം മാറിയ സ്ഥിതി രാധാകൃഷ്ണൻ മത്സരിക്കുന്നതിന് മുമ്പ് നേരത്തെ അവിടെ MLA ആയിരുന്ന പ്രദീപ് എന്ന് പറയുന്ന ഒരു യുവജന നേതാവ് MLA ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പേരാണ് അവിടെ തൃശ്ശൂർ ചേലക്കരയിൽ നിന്നുള്ള അവിടുത്തെ ജില്ലാ ഘടകം സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. പ്രദീപ് തന്നെ മിക്കവാറും സ്ഥാനാർത്ഥിയാകും എന്നാണ് പറയപ്പെടുന്നത്. മറിച്ച് കോൺഗ്രസിന്റെ ചേലക്കര സ്ഥാനാർത്ഥിയെ കുറിച്ച് നാം സംസാരിക്കുമ്പോഴത്തേക്കും രമ്യ ഹരിദാസിന്റെ പേര് ആദ്യം ഉയർന്നു വരുന്നുണ്ട്. എങ്കിലും രമ്യ ഹരിദാസിന്റെ പേരിനൊപ്പം തന്നെ KM തുളസി എന്ന മറ്റൊരു വനിതാ നേതാവിന്റെ പേര് കേൾക്കുന്നുണ്ട്. അവര് VK ശ്രീകണ്ഠന്റെ ഭാര്യയാണ്. അപ്പോൾ പിന്നെ ഒരു സജീന്ദ്രന്റെ പേര് വരുന്നുണ്ട്. അപ്പോൾ അതും കോൺഗ്രസിനെ സംബന്ധിച്ച് മിക്കവാറും അതൊരു വളരെ പ്രശ്നമുണ്ടാക്കാത്ത തരത്തിൽ ഏതാണ്ട് രമ്യ ഹരിദാസ് തന്നെ സ്ഥാനാർത്ഥി ആകാനാണ് സാധ്യത എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും പാലക്കാടിലെയും ചേലക്കരയിലെയും ഇനിയിപ്പോൾ നിലമ്പൂര് ആണെങ്കിൽ തന്നെയും ഈ ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് ഇരു മുന്നണികളും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അവരുടെ ഇലക്ഷൻ പ്രചരണ പരിപാടികൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക്. ഇപ്പൊ നിലമ്പൂര് അൻവർ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ അതും ഒരു പ്രത്യേകിച്ച് ഭരണപക്ഷത്തിന് ഒരു വലിയ ബാലികേറാമല തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഏതായാലും പാലക്കാട്ടത്തെ സ്ഥാനാർത്ഥി നിർണയവും ചേലക്കരയിലെ സ്ഥാനാർത്ഥി നിർണയവും ഇരു മുന്നണികളുടെയും എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. അവിടെ ഏതൊക്കെ മുഖങ്ങളാണ് മത്സരിക്കുന്നത് ഇരു മുന്നണികളിലും എന്നുള്ളതും ഒരു ആകാംക്ഷ നിറയ്ക്കുന്ന, രാഷ്ട്രീയ കേരളത്തിൽ ആകാംക്ഷ നിറയ്ക്കുന്ന കാര്യം തന്നെയാണ്. നന്ദി, നമസ്കാരം.